മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പോസിറ്റീവായിട്ടാണുള്ളത്. പ്രധാനപ്പെട്ട ഒരു ലെവലായിട്ടുള്ള 25,450 എന്നുള്ള ഒരു ലെവലും കഴിഞ്ഞുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻസ് കാണാനുണ്ടോ? തീർച്ചയായിട്ടും ജാസ്മിൻ, വളരെ പോസിറ്റീവായിട്ടുള്ള രീതി തന്നെയാണ് വിപണിയിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 0.5% ഒരു നേട്ടം, പോയിന്റ് ടേംസിൽ പറയുകയാണെങ്കിൽ 120 പോയിന്റുകളുടെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 25,442 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യിൽ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുമ്പോൾ നിലവിൽ 38 ഓഹരികൾക്ക് നിഫ്റ്റി 50യിൽ നിന്ന് നേട്ടം രേഖപ്പെടുത്താനും സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിലും സമാനമായിട്ട് ഏകദേശം 0.5% ഉള്ളൊരു നേട്ടം നിലനിർത്താൻ നിഫ്റ്റി ബാങ്ക് സൂചികയ്ക്കും സാധിക്കുന്നു. അതായത് മികച്ച പാദഫലം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല ബാങ്കിങ് ഓഹരികൾക്കും സാധിച്ചിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ആക്സിസ് ബാങ്ക് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു മികച്ച റിസൾട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ 270 പോയിന്റുകൾക്ക് മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 57,069 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിൽ ഒരു ട്രേഡിംഗ് നടന്നത്. ഇതിൽ തന്നെ അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിൽ നിലവിൽ 12 ഓഹരികളുള്ള സൂചികയിൽ നിന്ന് 8 ബാങ്കിങ് ഓഹരികൾ നിലവിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് നിഫ്റ്റി ബാങ്കിൽ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50യിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ നിലവിലൊരു മികച്ച മൊമെൻറ്റം നിലവിലിപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ആക്സിസ് ബാങ്കാണ്. ഒരു മികച്ച പാദഫലം വന്നിരുന്നു. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2.5% ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് ആക്സിസ് ബാങ്കിന് സാധിക്കുന്നുണ്ട്. ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ് ഇപ്പോൾ ഭൂരിഭാഗം ബ്രോക്കറേജസുകളും ഒക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ HSBC, നൊമൂറ, ജെഫ്രീസ് എന്നീ പറയുന്ന എല്ലാ ബ്രോക്കറേജുകളും നിലവിലിപ്പോഴൊരു ബൈക്കോളാണ് നിലവിലിപ്പോൾ ആക്സിസ് ബാങ്കിന് നൽകിയിരിക്കുന്നത്. ഇതിൽ തന്നെ ആദ്യമായിട്ട് HSBC ഒരു വ്യൂവിലേക്ക് കടക്കുകയാണെങ്കിൽ ബൈക്കോൾ നൽകിയിരിക്കുന്നു. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നിലവിൽ പറഞ്ഞിരിക്കുന്നത് 1,460 രൂപയാണ്. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ 1,198 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ആക്സിസ് ബാങ്കിൽ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ HSBC ഇപ്പോൾ പോസിറ്റീവായിട്ട് കാണുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു ലോൺ ഗ്രോത്ത് നിലവിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. മറ്റ് മാർജിൻ, അതായത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനൊക്കെ പരിശോധിക്കുകയാണെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നു. കൂടാതെ അസറ്റ് ക്വാളിറ്റി പരിശോധിക്കുകയാണെങ്കിലും ഒരു നേട്ടം അസറ്റ് ക്വാളിറ്റി ഇനത്തിലും ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു. നിലവിൽ ഒരു നെറ്റ് പ്രോഫിറ്റ് പരിശോധിക്കുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഒരു ഡിസപ്പോയിൻമെൻറ്റിലേക്ക് നയിച്ചിരിക്കുന്നത് ഒരു വൺ ഓഫ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു എന്നതാണ്. അത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഭേദപ്പെട്ട ഒരു പ്രകടനം തന്നെ ആക്സിസ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. നിലവിൽ 2026-28 കാലഘട്ടത്തിലെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിലൊക്കെ തന്നെ ഏർണിങ്സിലൊക്കെ തന്നെ ഒരു റേസിംഗ് ആണ് നിലവിലായി അവരിപ്പോൾ നടത്തിയിരിക്കുന്നത്. 2026 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ EPS ഏകദേശം 2.7% ഒരു നേട്ടം കൈവരിക്കും. 2028 എസ്റ്റിമേറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം 5.3% ഒരു നേട്ടം കൈവരിക്കാനുള്ള ഒരു സാധ്യതയാണ്. വളരെ ശക്തമായിട്ടുള്ള ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നു. കൂടാതെ ക്രെഡിറ്റ് കോസ്റ്റ് പരിശോധിക്കുകയാണെങ്കിലും കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ്. കൂടാതെ HSBC ഇപ്പോൾ പറയുന്നത് ബാങ്കിങ് മേഖലയിൽ നിന്ന് ഒരു പ്രിഫേർഡ് പിക്കായിട്ട് നിലവിൽ ഇപ്പോൾ ആക്സിസ് ബാങ്ക് ഉയർന്നു വരുന്നു എന്നൊരു കാര്യം കൂടി, ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് കൂടി HSBCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. നൊമൂറയുടെ വ്യൂ പോയിന്റിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ബൈ റേറ്റിംഗ് നൽകിക്കൊണ്ട് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് 1,440 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. 2026 രണ്ടാം പാദത്തിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഓപ്പറേഷണൽ പെർഫോമൻസ് ഒക്കെ തന്നെ വളരെ ശക്തമായിട്ട് നിലനിന്നു എന്ന് അവർ പറയുന്നു. കൂടാതെ ലോൺ ഗ്രോത്ത് പരിശോധിക്കുകയാണെങ്കിലൊക്കെ തന്നെ പിക്കപ്പ് ചെയ്തു വരുന്ന ഒരു കാഴ്ചയും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. സമാനമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് നൊമൂറയും നടത്തിയിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് അഥവാ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലുള്ള ഇടിവിന് കാരണം വൺ ഓഫ് പ്രൊവിഷൻ ആണ് എന്നൊരു കാര്യം അവരിപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു എന്നൊരു കാര്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നൊമൂറയും ഒരു പോസിറ്റീവ് സ്റ്റാൻസ് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ജെഫ്രീസിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ ആക്സിസ് ബാങ്കിൻ്റെ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 1,430 രൂപയാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇയർ ഓൺ ഇയറിലൊക്കെ പരിശോധിക്കുമ്പോൾ രണ്ടാം പാദത്തിൽ വളരെ മികച്ച പെർഫോമൻസ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ പരിശോധിക്കുകയാണെങ്കിൽ ഒരു നേട്ടമുണ്ടാകുന്നു. ലോൺ പരിശോധിക്കുകയാണെങ്കിലും ഇൻട്രസ്റ്റ് പരിശോധിക്കുകയാണെങ്കിലും ഇതിൽ തന്നെ ലോൺ പരിശോധിക്കുമ്പോൾ ഏകദേശം 12% ഒരു നേട്ടം രേഖപ്പെടുന്നു. ഡെപ്പോസിറ്റ്സിലേക്ക് വരികയാണെങ്കിൽ 11% ഒരു നേട്ടം. സ്ലിപ്പേജസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിലും കാര്യമായിട്ടുള്ള ഒരു പ്രശ്നമൊന്നും കാണുന്നില്ല. വളരെ സ്റ്റഡി ആയിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ്. കൂടാതെ RBIയുടെ നിലവിലുള്ള മാൻഡേറ്റുകളും പ്രൊവിഷൻസും ഒക്കെ തന്നെ നിലവിലിപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് നിലവിലിപ്പോൾ ജെഫ്രീസും ഇപ്പോൾ ആക്സിസ് ബാങ്കിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. തിരിച്ച് വിപണിയിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ സെക്ടോറിയൽ പെർഫോമൻസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു സെൻറ്റിമെൻറ്റ് തന്നെ കാണുന്നു. നിഫ്റ്റി ഓട്ടോ പരിശോധിക്കുമ്പോൾ 1.5% നേട്ടം, നിഫ്റ്റി FMCG, നിഫ്റ്റി ഇൻഫ്രാ സൂചികളൊക്കെ തന്നെ 0.5% മുകളിലുള്ള നേട്ടം നിലനിർത്തുമ്പോൾ നിഫ്റ്റി മീഡിയ പരിശോധിക്കുമ്പോൾ ഏകദേശം 0.25% ഒരു നേട്ടമുണ്ടാകുന്നു. റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളം 1% മുകളിലുള്ള ഒരു നേട്ടത്തിലേക്കും കടക്കാൻ സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ നിലവിലൊരു ടോപ്പ് ഗെയിനറായിട്ട് നിലവിലിപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു ഓഹരി ആക്സിസ് ബാങ്കാണ്. അത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും കോട്ടക് മഹീന്ദ്ര ബാങ്ക്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ഒക്കെ
ഒക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കുന്നു. അങ്ങനെ വിപണി പരിശോധിക്കുകയാണെങ്കിൽ ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് ജാസ്മിൻ ഈ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്.